നമസ്കാരം കുട്ടികളെ, 9ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ പാഠമാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ക്ഷുധാ ജ്ഞാനപ്രദായിനി എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര്. ക്ഷുധ എന്നാൽ വിശപ്പ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, പ്രദായിനി നൽകുന്നത്, വിശപ്പ് അറിവിനെ നൽകുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിലെ മലയാളം വിശദീകരണവും എല്ലാ പഠന പ്രവർത്തനങ്ങളിലെ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആരോഗ്യ സംരക്ഷണായ ഹിതസ്യ മിതസ്യ ച ഭോജ്യസ്യ പ്രാധാന്യമധികൃത്യ പൂർവസ്മിൻ പാഠേ വയം അപഠാമ ഖലു. ആരോഗ്യം നിലനിർത്തുന്നതിനെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ആരോഗ്യകരവും മിതവുമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ മുൻ പാഠത്തിൽ വായിച്ചിട്ടുണ്ട്. ലോകെ സർവേഭ്യോ ഹിതം മിതം ച ആഹാരം ഉപലബ്ധം വാ. ലോകത്തിലെ എല്ലാവർക്കും നല്ലതും സമീകൃതവുമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാണോ? ഏകവാരമപി ഉദരപൂരണം കർത്തും അസമർത്ഥാഹ ബഹവഹ ജനാഹ അസ്മാൻ പരിതസ്തിഷ്ഠന്തി. നമുക്ക് ചുറ്റും ഒരു പ്രാവശ്യം പോലും വയറ് നിറയ്ക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. ഇനിയോ അടുത്ത വരി പറയുന്നത്, തേഷാം ബുഭുക്ഷാം യോ അഭിജാനാതി സഹ ജീവനസാരം ജാനാതി. അവരുടെ വിശപ്പിനെ കുറിച്ച് ആരാണോ അറിയുന്നത് അവൻ ജീവിതത്തിൻ്റെ അന്തസത്തയെ അറിയുന്നു. അത ഉച്ചതേ, അതിനാൽ ഇങ്ങനെ പറയപ്പെടുന്നു. ക്ഷുധാ പരക്ലേശ വിവേകജന്യ ജാനാതി യസ് തീവ്രതരാം ബുഭുക്ഷാം. യാതൊരുവനാണോ വിശപ്പിനെ കുറിച്ചറിയുന്നത്, അതുമാത്രമല്ല സ ഏവ ച ആത്മാനമിവ അപരം തം പശ്യൻ മഹാൻ വേദവിദ ആത്മദക്ഷഃ. തൻ്റെ വിശപ്പിനെ പോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പിനെയും കാണുന്നത് അങ്ങനെയുള്ളവനാണ് മഹാത്മാവും വേദത്തെ അറിയുന്നവനും, അല്ലെങ്കിൽ അറിയേണ്ടതിന് വേണ്ടും വിധം അറിയുന്നവനും, ആത്മദക്ഷഃ അതായത് സ്വയം സമർത്ഥനമായിട്ടുള്ളവൻ അങ്ങനെയുള്ളവനാണ്. ഇനി നമുക്ക് ആമുഖത്തിലേക്ക് കടക്കാം. ഗദ്യം പദ്യം ഇതി കാവ്യസാഹിത്യം പ്രമുഖതയ ദ്വിവിധം ഭവതി. കാവ്യസാഹിത്യത്തിലെ ഗദ്യം പദ്യം എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. തയോർ മിശ്രണേന അപരാ കാചിത് രചനാരീതിശ്ച പ്രസിദ്ധ ഭവതി ചമ്പൂകാവ്യമിതി നാംന. ഇനി അതുമാത്രമല്ല, മറ്റൊരു രചനാശൈലിയും കൂടി പ്രസിദ്ധമാണ്. അതെന്താണ്? ഈ ഗദ്യവും പദ്യവും കൂടിച്ചേർന്നാൽ ചമ്പൂകാവ്യം എന്നു പേരിലുള്ള മറ്റൊരു രചനാരീതിയും കൂടി പ്രസിദ്ധമാണ്. ഗദ്യപദ്യമയം കാവ്യം ചമ്പൂ ഇത്യസ്തി തദ് ലക്ഷണം. ഈ ചമ്പൂകാവ്യത്തിൻ്റെ ലക്ഷണം എന്താണ്? ഗദ്യവും പദ്യവും ചേർന്ന കാവ്യം. ഇനി രാമായണ ചമ്പു, ഭാരത ചമ്പു, നളചമ്പു, നിരനുനാസിക ചമ്പു, രാജസൂയ ചമ്പു, വിശ്വഗുണാദർശ ചമ്പു ഇത്യാദീനി ചമ്പുകാവ്യാനി സംസ്കൃത സാഹിത്യെ പ്രസിദ്ധാനി ഭവതി. ഏതൊക്കെ കാവ്യങ്ങളാണ് സംസ്കൃത സാഹിത്യത്തിൽ, ചമ്പു സാഹിത്യത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്? രാമായണ ചമ്പു, ഭാരത ചമ്പു, നളചമ്പു, നിരനുനാസിക ചമ്പു, രാജസൂയ ചമ്പു, വിശ്വഗുണാദർശ ചമ്പു തുടങ്ങിയ ചമ്പു കാവ്യങ്ങൾ സംസ്കൃത സാഹിത്യത്തിൽ പ്രസിദ്ധമാണ്. വിശ്വേസ്മിൻ സർവത്ര അനുഭൂയമാന ബുഭുക്ഷാം നാമ സമസ്യാമധികൃത്യ വിരചിതം ചമ്പൂകാവ്യാംശം അത്ര പഠാമഹ. ഇവിടെ ലോകത്ത് എല്ലായിടത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശപ്പിൻ്റെ പ്രശ്നത്തെക്കുറിച്ചിട്ട് ഉള്ള ഒരു ചമ്പുവാണ് ഇവിടെ നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് വായിക്കാം. അതായത് മലയാളത്തിലുള്ള കഥാപ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയാണ് ചമ്പു കാവ്യത്തിനുള്ളത്. കുറച്ച് ഗദ്യം ക്രമം, ഒരു പാരഗ്രാഫ് പോലെ ഒരു ഗദ്യക്രമത്തിൽ ഉണ്ടാകും. പിന്നെ ഇടയിൽ ചില ശ്ലോക രൂപത്തിൽ, പദ്യരൂപത്തിലുള്ളവയും കാണാം. ഇത് രണ്ടും കൂടിയിട്ട് മിശ്രിതമായിട്ടുള്ള ഒരു കൂടിച്ചേരലിലൂടെയുള്ള ഒരു രചനാശൈലിയാണ് ഈ ചമ്പു കാവ്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംസ്കൃതോത്സവത്തിലൊക്കെ ചമ്പു പ്രഭാഷണമൊക്കെ ഉണ്ട് ഹൈസ്കൂൾ തലത്തിൽ. അത്തരത്തിലുള്ളൊരു ചെറിയൊരു ചമ്പു പ്രഭാഷണമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഭോ മിത്രാണി പശ്യന്തു ഭോ സഹൃദയാഃ പുരതോലസത്തദ് ഗേഹം സുശാന്തമതിനിർമ്മലമുത്തമാർഹം തത്രാങ്കണം പ്രവിശതി പ്രരുദന്തമാത്മജാതം നിധായ തരുണീ സഹസാ ച കാചിത്. ഭോ മിത്രാണി, അല്ലയോ സുഹൃത്തുക്കളെ,
പശ്യന്തു നോക്കൂ, ഭോ സഹൃദയാഹ അല്ലയോ സഹൃദയരെ നോക്കൂ. എന്താണ്? പുരതോ ലസത്തദ് ഗേഹം നിങ്ങളുടെ മുന്നിൽ പരിലസിക്കുന്ന ആ ഗേഹം, ആ ഗൃഹം നോക്കൂ. ഇനി ആ ഗൃഹം എങ്ങനെയുള്ളതാണ്? സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം ശാന്തമായതും വൃത്തിയുള്ളതും നിർമ്മലമായിട്ടുള്ളതും ഉത്തമന്മാർക്ക് അർഹമായിട്ടുള്ളതുമായ താമസയോഗ്യമായിട്ടുള്ളതുമായ ഈ ഗൃഹം നോക്കൂ. തത്രാങ്കണം പ്രവിശതി ഇനിയോ അവിടേക്ക്, ആ അങ്കണത്തിലേക്ക്, ആ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. ആരാണ് പ്രവേശിക്കുന്നത്? സാ തരുണി, ആ തരുണി, ആ ഒരു യുവതി എന്താണ്? തത്രാങ്കണം പ്രവിശതി പ്രരുദന്തം ആത്മജാതം നിധായ തരുണി സഹസ ച കാചിത്. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പെട്ടെന്നൊരു യുവതി മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. വിശാലസ്യ തസ്യ ഭവനസ്യ പ്രകോഷ്ഠേ ഇദാനീം യഹ കോപി നാസ്ത്യവ. ആ കൂറ്റൻ വീടിൻ്റെ മുറിയിൽ, അതായത് വരാന്ത കയറി വരുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ ആരുമില്ല. തഥാപി വികലിത കേശപാശ കൃശാംഗീസ പരിമ്ലാനമുഖി ബുഭുക്ഷയാ രുദന്തം സ്വപുത്രകം വക്ഷസ്ഥലേ നിധായ ജവേന ചത്വരം പ്രാപിച്ചത്. അപ്പോഴും അഴിഞ്ഞ മുടിയും മെലിഞ്ഞ ശരീരവുമായി അവൾ വിശന്നു കരയുന്ന മകനെയും നെഞ്ചോട് ചേർത്ത് മുറ്റത്തേക്ക് വേഗത്തിൽ പ്രവേശിച്ചു. ഗൃഹം പരിതഃ നേത്രേ പ്രസാര്യ ഗൃഹാന്തരാളം സാകൂതം സംവീക്ഷ്യ സ ഉച്ചൈരേവ അവതത്. അവൾ വീടിനു ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠന പ്രവർത്തനത്തിൽ പറയുന്നുണ്ട് ചമ്പു പ്രഭാഷണം ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചമ്പു പ്രഭാഷണത്തിൻ്റെ രീതിയിൽ തന്നെ ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒരു ശ്ലോകമാണ്. മാതർയച്ഛതു ഭോജ്യം മേ ക്ഷുധാരോതിതി പുത്രക ബുഭുക്ഷാ തസ്യ സംഹർത്തും അശക്യാ ദേഹി ഭോജനം. മാതർയച്ഛതു ഭോജ്യം മേ ക്ഷുധാരോതിതി പുത്രക. അമ്മേ, എനിക്ക് ഭക്ഷണം തരൂ, എൻ്റെ മകൻ വിശന്നു കരയുന്നു. ബുഭുക്ഷാ തസ്യ സംഹർത്തും അശക്യ ദേഹി ഭോജനം. അവൻ്റെ വിശപ്പ് അടക്കാൻ ഞാൻ അശക്തയാണ്, എനിക്ക് ഭക്ഷണം തന്നാലും അമ്മേ എന്നാണ് ഇവിടെ പറയുന്നത്. ഭോജന ഭോജനം ദേഹി ദേഹി, ഭോജന ഭോജനം ദേഹി ദേഹി. അല്ലയോ ജനമേ, ഇവിടെ വീട്ടിലുള്ളവരെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടുകാരെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലയോ വീട്ടുകാരെ, ഭോജനം ദേഹി ദേഹി, എനിക്ക് ഭക്ഷണം തരൂ. നമ്മൾ ചോദിക്കില്ലേ, ഒരു ഭിക്ഷ യാചിച്ചിട്ടോ കാര്യങ്ങളും വരുമ്പോൾ തന്നെ എന്താണ് പറയുക? അയ്യോ വീട്ടിൽ ആരും ഇല്ലേ, ഇവിടെ ആരും ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെയും ഭോജന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൃഹാങ്കണാത് ഉദ്ധൃതാം ഹൃദയദ്രവകാരിണീം ദയനീയാം താം യാചനം ശ്രുത്വാ ഊനഷോഡശവർഷീയ കാചന ബാല അന്തരാളാത് ബഹിരാഗച്ഛത്. അപ്പോൾ ഗൃഹാങ്കണാത് മുറ്റത്ത് നിന്ന് ഉയർന്നു വന്ന ഹൃദയദ്രവകാരിണിയും ദയനീയാം താം യാചനം ശ്രുത്വ, ദയനീയവും ഹൃദയം നുറുങ്ങുന്നതുമായിട്ടുള്ള ആ ഒരു അപേക്ഷ കേട്ടിട്ട് ഊനഷോഡശവർഷീയ 16 വയസ്സിൽ താഴെയുള്ള കാചനബാല ഒരു കൊച്ചു പെൺകുട്ടി അന്തരാളാത് ബഹിരാഗച്ഛത് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. സാത്തു അവളാകട്ടെ വാമഹസ്തേ ദുഗ്ധചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോചാഫലം ധൃത്വ ക്ഷിപ്രകുതുകേന ആഗതാ കിമർത്ഥം സ വിലപതീതി ജ്ഞാതുമത്ര ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാലാ. വാമഹസ്തേ ദുഗ്ധചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോജാഫലം ധൃത്വ. ഇടതു കൈയിലെ ഒരു കപ്പ് പാലും
ദക്ഷിണേ ഹസ്തേ വലത് കൈയിൽ പക്വമോചാഫലം ഒരു വാഴപ്പഴവും പിടിച്ചുകൊണ്ട് ധൃത്വ അല്ലെങ്കിൽ എടുത്തിട്ട് ക്ഷിപ്രകുതുകേന പെട്ടെന്നൊരു കൗതുകത്താലെ ആഗത അവൾ വന്നു ചേർന്നു. കാ കിമർത്ഥം സ വിലപതീതി ഇനി എന്തിനാണ് അവൾ കരയുന്നതെന്ന് അറിയുവാൻ വേണ്ടി ആരാണ് ആഗതാക്ക ആരാണ് ഇവിടെ വന്നിട്ടുള്ളവൾ ആരാണെന്നും എന്തിനാണ് അവൾ കരയുന്നതെന്നും അറിയുവാൻ വേണ്ടി ആ പെൺകുട്ടി ജ്ഞാതുമത്ര ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാല ആ പെൺകുട്ടി വാതിലിന് പുറത്തു വന്നു നിന്നു. താം ദൃഷ്ട്വാ ആഗതാ യുവതി പുനരവദത് അവളെ കണ്ടിട്ട് വന്നു ചേർന്ന ആ യുവതി വീണ്ടും പറഞ്ഞു, ഭോ ജാതേ അല്ലയോ മകളെ, മമ പുത്രോയം അസഹ്യയാ ക്ഷുധാരോതിഥി എൻ്റെ മകൻ വിശപ്പ് സഹിക്കാതെ കരയുകയാണ്. ഹ്യസ്തനേ രാത്രാവപി ന കിഞ്ചിത് അഖാദത് അവൻ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഒന്നും കഴിച്ചിട്ടില്ല. അനശനേന അർഭകസ്യേതസ്യ ലോലമിതം ജിഹ്വാഗ്രം കമലദളം ഗ്രീഷ്മാതപ ഇവ പുനഃ പുനഃ പരിശുഷ്യതേ. അനശനേന ആർത്തസ്യ അതായത് പട്ടിണി കിടക്കുന്ന ഈ കുട്ടിയുടെ ഈ ലോലമായ നാവിൻ്റെ തുമ്പ് താമര ഇതൾ വേനൽ ചൂടിൽ എന്ന പോലെ വീണ്ടും വീണ്ടും വരണ്ടുണങ്ങുന്നു. അതായത് ആ കുട്ടിയുടെ അവസ്ഥയാണ് പറയുന്നത്. തൻ്റെ മകൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ആ അർഭകഹ എന്നാണ് കുട്ടി എന്നാണ് അർത്ഥം. ആ കുട്ടി ലോലമിതം ജിഹ്വാഗ്രം ആ കുട്ടിയുടെ ആ ഒരു നാവിൻ്റെ തുമ്പ് ലോലമായിട്ടുള്ളതാണ് അല്ലേ. അത് കമലദളം ഗ്രീഷ്മാതപഹ വേനൽക്കാലത്ത് നമ്മുടെ താമരയുടെ ഇതളെങ്ങനെയാണ് വാടിക്കരിഞ്ഞു പോകൂല്ലേ, അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കുട്ടിയുടെ ജിഹ്വാഗ്രവും നാവിൻ്റെ തുമ്പും എന്നാണ് പറയുന്നത്. തൻ നിവാരയതും കിമപി കർത്തും ന ശക്യതയുമായ ദരിദ്രയ എനിക്ക് ദാരിദ്ര്യം കൊണ്ട് എൻ്റെ ദാരിദ്ര്യം കൊണ്ട് അത് തടയുവാൻ ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല. അസ്യ ക്ഷുധാ തൃപ്ത്യർത്ഥം കിഞ്ചിത് അന്നം ദേഹി ചോദിക്കുകയാണ്, അവൻ്റെ വിശപ്പടക്കാൻ എനിക്ക് കുറച്ച് ഭക്ഷണം എനിക്ക് തരൂ. അഥവാ രസനാമാത്രയിതും ലേശം നീരം ദേഹി അല്ലെങ്കിൽ നാവ് നനയ്ക്കാൻ കുറച്ച് വെള്ളം തന്നാലും. ഒരമ്മയുടെ നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയാണ്, അപേക്ഷയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. തയോരേത സംഭാഷണം ശ്രുത്വാ ബഹിരാഗതാ ഗൃഹനായിക ബാലകസ്യാസ്യ ദുർദശാം അവഗമ്യ തരളിതഹൃദ്യ വിവേകശാലിനി ച അഭവത്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയുടെയും യുവതിയുടെയും സംഭാഷണം കേട്ടിട്ട് പുറത്തു വന്ന വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഗൃഹനാഥ ആ ചെറിയ കുട്ടിയുടെ വിഷമസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവൾ ദയ നിറഞ്ഞ ഹൃദയമുള്ളവളും വിവേചനശേഷിയുള്ളവളുമായി തീർന്നു. അതായത് അവൾക്ക് എന്താണ് കാര്യം, ഗൃഹനായികയ്ക്ക് ആ വീട്ടിലെ അമ്മയ്ക്ക് ഈ കുട്ടിയുടെ അവസ്ഥ ദുർദശ മനസ്സിലായി. അങ്ങനെ അവൾ ദയയുള്ളവളായി തീർന്നു, അവളുടെ ഹൃദയം ദയാപൂർണമായി തീർന്നു ഈ കുട്ടിയുടെ ദുർദശ കണ്ടിട്ട്. സാപി അവളാകട്ടെ മാതൃവാത്സല്യപീയൂഷവർഷണേന കൃപാമയീ സിക്ത്വാ സ്വപുത്രം യുവതീം ക്ഷണാദപ്യാനയദ്ഗൃഹം. മാതൃവാത്സല്യപീയൂഷവർഷണേന കൃപാമയീ സിക്ത്വാ സപുത്രാം യുവതീം ക്ഷണാദപ്യാനയദ്ഗൃഹം. കൃപയുള്ളവളായ ഗൃഹനാഥ മാതൃസ്നേഹമാകുന്ന അമൃതുകൊണ്ട് നനച്ചിട്ട് പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ആ പുത്രനെയും യുവതിയെയും നയിച്ചു. അതായത് മാതൃസ്നേഹം ഉള്ള ആ ഒരു ഗൃഹനാഥ ആ കുഞ്ഞിനെ മാതൃസ്നേഹത്തിൻ്റെ അമൃത് നൽകുകയാണ്. ആ കുഞ്ഞിനെയും അതേപോലെ തന്നെ ആ യുവതിയെയും വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. അസഖ്യയ ക്ഷുധയ വിലപന്തം തദർഭകം കമലോദരേ ഹംസശിശുമിവ സുഹസ്തയോഹോ സാ കുടുംബിനി ക്ഷണാദേവ സ്വീചകാര. അസഹ്യമായ വിശപ്പ് കൊണ്ട് കരയുന്ന ആ കുഞ്ഞിനെ താമരയുടെ ഉള്ളിലിരിക്കുന്ന അരയന്ന കുഞ്ഞിനെ പോലെ തൻ്റെ കൈകളിലേക്ക് ആ കുടുംബിനി പെട്ടെന്ന് തന്നെ എടുത്തു.
തതസ്തം പ്രഥമമേവ പരിലാള്യ അതീവ ശുഷ്കമപി വിലോലം തസ്യ ജിഹ്വായാം ശീതളേന ജലേന ആർദ്രയിതും ആരഭത്തെ. എന്നിട്ട് ആദ്യം അവനെ, ആ കുട്ടിയെ ലാളിച്ചുകൊണ്ട് അവൻ്റെ ഉണങ്ങി വരണ്ടിരിക്കുന്ന മൃദുവായ ചുണ്ടുകളെ തണുത്ത വെള്ളം കൊണ്ട് നനയ്ക്കുവാൻ തുടങ്ങി. തദ്ദൃഷ്ട്വാ, അത് കണ്ടിട്ട്, ഹസ്തേനേകേന സ്വമാതരം നിവാരയന്തി സാ ബാല ഏവം അവതത്. അത് കണ്ടിട്ട് ഒരു കൈകൊണ്ട് തൻ്റെ അമ്മയെ തടഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു: മാമാജലേന ജനനീ പ്രദദാതു ശീഘ്രം ക്ഷീരം മദീയമധുനാ ചഷകസ്ഥിതം തേ പീത്വാ ജവേന വിരളാപ്യനൂജസ്യ ജിഹ്വാ പൂർവേവ വർഷതു സദാരസതാം സുവാണീം. അമ്മേ, ആ വെള്ളം കൊണ്ട് അരുത്, മാ ജലേന, വെള്ളം കൊണ്ടരുത്, പ്രദദാതു ശീഘ്രം ക്ഷീരം, എങ്ങനെ, മധീയം ചഷക സ്ഥിതം തേ, എൻ്റെ കൈകളിലെ ഗ്ലാസ്സിലുള്ള പാല് കൊടുക്കൂ വേഗം. പീത്വാ ജവേന വിരളാപ്യനുജസ്യ ജിഹ്വാ പൂർവേവ വർഷത്തു സദാരസതാം സുവാണിയും. ഇത് കുടിച്ചിട്ട് ആ വരണ്ടുണങ്ങിയ അനുജൻ്റെ ജിഹ്വ, നാക്ക് അല്ലെങ്കിൽ ചുണ്ടുകൾ പഴയതുപോലെ നല്ല വാക്കുകൾ പറയട്ടെ എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചമ്പു പ്രഭാഷണം അവസാനിക്കുകയാണ്. ഇനി ഇതിൽ ധാരാളം പദച്ഛേദങ്ങളും വിഗ്രഹപദങ്ങളും ഉണ്ട്, ശ്രദ്ധിക്കണം. അതിവിടെ വായിക്കാം. തത്രാങ്കണേ, തത്ര അധികം അങ്കണേ, അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം. കോപി, കഹ, അപി. നാസ്ത്യേവ, ന അസ്തി ഏവ. ഉച്ചൈരേവ അവതത്, ഉച്ചൈഹി അധികം ഏവം അധികം അവതത്. മാതർയച്ഛതു, മാതഃ അധികം യച്ഛതു. ബഹിരാഗച്ഛത്, ബഹിഹി അധികം ആഗച്ഛത്. ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാലാഃ, ബഹിഹി അധികം ദ്വാരേ അധികം അഭി അധികം അതിഷ്ഠത് അധികം ബാല. പുനരവതത്, വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഈ പുനരവതത് എന്നൊക്കെ ഉള്ളത്. പുനഃ അധികം അവതത്. പുത്രോയം, പുത്രഃ അധികം അയം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, പദച്ഛേദങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. രാത്രാവപി, രാത്രൗ അധികം അപി. കിഞ്ചിത് അഘാതത്, കിഞ്ചിത് അധികം അഘാതത്. അർഭകസ്തേതസ്യ, അർഭകസ്യ അധികം ഏതസ്യ. തന്നിവാരയതും, തത് അധികം നിവാരയതും. കിഞ്ചിദന്നം, കിഞ്ചിത് അധികം അന്നം. ചാഭവത്, ച അധികം അഭവത്. തയോരേതത് ഭാഷണം, തയോഹോ അധികം ഏതത് അധികം ഭാഷണം. ക്ഷണാദപ്യാനയത് ഗൃഹം, ക്ഷണാത് അധികം അഭി പ്ലസ് ആനയത് അധികം ഗൃഹം. ഹസ്തേനൈകേന, ഹസ്തേന അധികം ഏകേന. വിരളാപ്യനുജസ്യ, വിരള അധികം അഭി അധികം അനുജസ്യ. പൂർവേവ, പൂർവ അധികം ഇവ. ഇനി നമുക്ക് വിഗ്രഹം നോക്കാം. ഉത്തമാർഹം, ഉത്തമഃ അർഹഃ യസ്യ സഹ ഉത്തമാർഹഃ. അതായത് ഉത്തമമായിട്ട് അർഹമായിട്ടുള്ളത്, അങ്ങനെയുള്ളവൻ ആരാണോ അവനാണ് ഉത്തമാർഹൻ. തം. ഇനി പ്രരുദന്തം, അതായത് നന്നായിട്ട് കരയുന്ന, പ്രകർഷേണ രുദന്തം, കരയുക എന്നർത്ഥം. ആത്മജാതം, ഇവിടെ ആത്മനഃ ജാതഃ, പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ജാതഃ എന്ന് കൊടുത്തതുകൊണ്ട് പുത്രനായിരിക്കും. ഇനി വികളിത കേശപാശ, അതായത് കേശം എന്ന് പറഞ്ഞാൽ മുടി, മുടിയുടെ പാശ സമൂഹമാണ് കേശപാശം എന്ന് പറയുന്നത്. ഇനി വികളിത കേശപാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന കേശപാശം, കേശത്തിൻ്റെ സമൂഹമുള്ളവൾ ആരാണോ, യസ്യാഹ സ, ആരാണോ അവളാണ് വികളിത കേശപാശ. അതേപോലെ തന്നെ ആ യുവതിയുടെ മറ്റൊരു വിശേഷണമാണ് കൃശാംഗി, അതായത് തടി കുറഞ്ഞവൾ, മെലിഞ്ഞവൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കൃശാനി അംഗാനി യസ്യാഹ സ, അങ്ങനെയുള്ളവളാണ് കൃശമായിട്ട് മെലിഞ്ഞ ശരീരത്തോടു കൂടിയവൾ. പരിമ്ലാനമുഖി, പരിമ്ലാനം മുഖം യസ്യ സ, അതായത് ക്ഷീണിച്ച അവശയായിട്ടുള്ള മുഖമുള്ളവൾ. ബുഭുക്ഷയ, അതായത് ഭോക്തുമിച്ഛ, അതായത് കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ എന്ന് പറയുന്നത്. തയ, അങ്ങനെയുള്ളവൾ. ഇനിയോ
ഗൃഹാന്തരാളം, ഗൃഹസ്യ അന്തരാളം, വീടിൻ്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥം, മുറി എന്നുള്ള അർത്ഥത്തിൽ പറയാം. സംവീക്ഷ്യ, നന്നായി നോക്കിയിട്ട്, സമ്യക് വീക്ഷ്യ. അശക്യ, ശക്തും യോഗ്യ ശക്യ, അതായത് നല്ല ശക്തും യോഗ്യമായിട്ടുള്ളതാണ് ശക്യം എന്നുള്ളത്. അങ്ങനെ ഇല്ലാത്തവൾ, അതായത് ശക്തി ഇല്ലാത്തവളാണ് അശക്യ. ഹൃദയദ്രവകാരിണിയും, ഹൃദയത്തെ ദ്രവീകരിക്കുവാൻ അങ്ങനെ ശീലമുള്ളവളാണ് യസ്യ സ, അങ്ങനെയുള്ളവണ് ഹൃദയദ്രവകാരിണി താം. ഇനിയും ധാരാളം വിഗ്രഹങ്ങളുണ്ട്. ഊന ഷോഡശവർഷീയ, അതായത് ഷോഡശാത് ഊനം, അതാണ് ഊന ഷോഡശ, 16 വയസ്സിന് താഴെയുള്ളവൾ എന്നാണ് ഇവിടെ പറയുന്നത്. ദുഗ്ധ ചഷകം, ദുഗ്ധപൂർണം ചഷകം, അതായത് പാല് നിറച്ച ഗ്ലാസ്, ചഷകം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്. പക്വമോജാഫലം, പക്വം ച തത് മോജാഫലം, അതായത് വാഴപ്പഴം പഴുത്തതാണ്, പഴുത്ത മോജാഫലമാണ് പക്വമോജാഫലം എന്ന് പറയുന്നത്. ഇനി അസഹ്യയ, സോട്ടും ശയ്യ, സഹിക്കാൻ കഴിയുന്നവളാണ് സഹ്യ, എന്നാൽ സഹ്യ അത് കഴിയാത്തവളാണ് അസഹ്യ. അനശനേന, ന അശനം അനശനം തേന. ജിഹ്വാഗ്രം, ജിഹ്വായ അഗ്രം, അതായത് നാവിൻ്റെ തുമ്പ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ക്ഷുധാ തൃപ്തിയർത്ഥം, ക്ഷുധായ തൃപ്തി, വിശപ്പിൻ്റെ തൃപ്തി ഉണ്ടല്ലോ, അതാണ് ക്ഷുധാ തൃപ്തി. തദർത്ഥം. ഗൃഹനായിക, ഗൃഹനാഥ എന്നുള്ള അർത്ഥത്തിൽ, ഗൃഹത്തിലെ നായികയാണ് യാസ, അവളാണ് ഗൃഹനായിക. അടുത്തത് തരളിത ഹൃദയ, തരളിതം ഹൃദയം യസ്യ, ആരുടെയാണ് ഹൃദയമാണോ തരളിതമായിട്ടുള്ളത് അങ്ങനെയുള്ളവൾ. വിവേകശാലിനി, വിവേകേന ശാലത്തെ യസ്യ സ, വിവേകം ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ. ഇനി മാതൃവാത്സല്യ പീയൂഷ വർഷണേന, മാതുഹു വാത്സല്യമാണ്, മാതാവിൻ്റെ വാത്സല്യമാണ് മാതൃവാത്സല്യം. തദേവ പീയൂഷം, അമൃത്, അങ്ങനെയുള്ള അമൃത് പെയ്യുന്ന. സപുത്രാം, പുത്രേണ സഹവർത്തതേ, അതായത് പുത്രൻ്റെ ഒപ്പമുള്ളവൾ, അവളാണ് സപുത്ര, അങ്ങനെയുള്ളവൾ. കമലോദരേ, കമലസ്യ ഉദരം, കമലത്തിൻ്റെ ഉള്ളിൽ, വയറ്, ഉദരം എന്ന് പറഞ്ഞാൽ വയറാണ്, അതിലുള്ളിലുള്ളത്. രസദാം, രസം ദദാതി, രസത്തെ നൽകുന്നത്. ഇനി സുവാണിയും, ശോഭന ച അസൗവാണി, നല്ല വാണി, അതാണ് സുവാണി എന്നുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കടന്നാലോ. പാഠം സമ്യക് പഠിത്വ ഭാവലയാനുസാരം ചമ്പൂപ്രഭാഷണം കരോതു, ചമ്പൂപ്രഭാഷണം അങ്ങനെ പറയേണ്ട രീതിയിൽ തന്നെ പറയണം. അപ്പോൾ പാഠം പഠിച്ചിട്ട് ഭാവത്തോടും ലയത്തോടും കൂടിയിട്ട് ചമ്പൂപ്രഭാഷണം ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് പാഠഭാഗാത് വിശേഷണ വിശേഷ്യാണി വിവച്യ ലിഖതു, അതായത് പാഠഭാഗത്തിൽ വിശേഷണവും വിശേഷ്യവും ഉണ്ടാവും. അതായത് ഒരു ഉദാഹരണമായിട്ട് ബ്യൂട്ടിഫുൾ ഫ്ലവർ, നല്ല ഭംഗിയുള്ള പൂവ്. ഇവിടെ ഭംഗിയുള്ള എന്നുള്ളത് വിശേഷണവും പൂവ് എന്നുള്ളത് വിശേഷ്യവുമാണ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ആണ് വിശേഷണങ്ങൾ. നമുക്കിനി ഇവിടെ കൊടുത്തിട്ടുള്ള വിശേഷണ പദങ്ങളും വിശേഷ്യ പദങ്ങളും എന്താണെന്ന് നോക്കാം. ഗേഹം സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം. ഗേഹം ആ വീടിൻ്റെ വിശേഷണങ്ങളാണ് സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം എന്നുള്ളത്. അതേപോലെ തന്നെ ഭവനസ്യ, ഭവനത്തിൻ്റെ, വിശാലസ്യ ഭവനത്തിൻ്റെ, വിശാലമായ ഭവനത്തിൻ്റെ. ഇനി അടുത്തത് വികളിത കേശപാശ കൃശാംഗി സ എന്നുള്ള അവൾ എന്നുള്ളതിനെ കൃശാംഗി എന്നും വികളിത കേശപാശ എന്നും 2 തരത്തിൽ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരിമ്ലാനമുഖി സ, അതേപോലെ തന്നെ അവൾക്ക് ഇങ്ങനെയും നമുക്ക് വിശേഷണം പറയാം, പരിമ്ലാനമുഖി എന്നുള്ളതും. അടുത്തത് ഊന ഷോഡശ വർഷീയ കാജന ബാല, ബാല എന്നുള്ളത് കാജന ബാല എന്നും കൊടുക്കാം. കൂടാതെ ഊന ഷോഡശ വർഷീയ, അതായത് 16 വയസ്സിന് താഴെയുള്ളവൾ എന്നുള്ള വിശേഷണവും കൊടുക്കാം. അനശനേന അർത്ഥസ്യ അർഭകസ്യ എന്നുള്ളതും ഇതേപോലെ തന്നെയുള്ള വിശേഷണമാണ്. കൂടാതെ അസഹ്യയാ ക്ഷുധയ ലോലമിതം ജിഹ്വാഗ്രം ശീതളേന ജലേന. ഇപ്പോൾ ജലം എന്നുള്ളതിന് സ്വാഭാവികമായിട്ട് ശീതളമായിരിക്കും വെള്ളം എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ചുണ്ട് വരണ്ടുണങ്ങുന്നത് കൊണ്ട്, നാവൊക്കെ വറ്റി വരണ്ടത് കൊണ്ട് എടുത്തു പറയുകയാണ് ശീതളേന ജലേന. അപ്പോൾ അതിൻ്റെ വിശേഷണം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്.
അടുത്ത പഠന പ്രവർത്തനം മാതൃവാത്സല്യ പീയൂഷവർഷണേന സഹ തയ ഗൃഹനായികയ യുവതീം പ്രതികൃതം സംഭാഷണം സംഭാവ്യ ലിഖതു. മാതൃവാത്സല്യം കൊണ്ട് അമൃത് വർഷിക്കുന്ന ആ ഒരു ഗൃഹനായികയുടെയും യുവതിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. ഒരു സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം. അതായത് ഗൃഹനായിക വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആ യുവതിയെ വിളിച്ചു കയറ്റുന്നു. അതിനുശേഷം നടക്കുന്ന രീതിയിലാണ് ഇവിടെ സംഭാഷണം ക്രമീകരിച്ചിട്ടുള്ളത്. ഗൃഹനായിക: ശിശും മമ കൃതേ ദദാതു അഹം ഗൃണ്ണാമി ത്വം അസ്മിൻ ആസന്ദേ ഉപവിശ വിശ്രാമം കുരു. വളരെ എളുപ്പമായിട്ടുള്ള വാചകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശിശും, ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരൂ. അഹം ഗൃണ്ണാമി, ഞാൻ എടുക്കാം. ത്വം അസ്മിൻ ആസന്ദേ ഉപവിശ, ആ യുവതിയോട് പറയണം, നീ ഇത് ഇവിടെ ഈ ഒരു കസാരയിൽ ഇരിക്കൂ. വിശ്രാമം കോരൂ, കുറച്ച് വിശ്രമിക്കൂ. കാരണം അവൾ ക്ഷീണിതയാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ യുവതി പറയണം, ഭഗിനി, സഹോദരി, അനുഗ്രഹീതസ്മി, ഞാൻ ധന്യയായി, നന്ദി സൂചകമായിട്ട് അവൾ പറയണം. അപ്പോൾ ഗൃഹനായിക പറയാണ്, പശ്യതു തസ്യ അതരം ശുഷ്കമസ്തി, നോക്കൂ ആ കുഞ്ഞിൻ്റെ ചുണ്ടുകൾ ശുഷ്കമായി തീർന്നിരിക്കുന്നു. പുത്ര മുഖമുദ്ഘാടയതു, എന്നിട്ട് കുഞ്ഞിനോട് പറയും, മോനെ ആ വായ ഒന്ന് തുറക്കൂ. തേ കിഞ്ചിത് ജലം ദാസ്യാമി, ഞാൻ നിനക്ക് കുറച്ച് വെള്ളം നൽകട്ടെ. ഭോ ജാതേ തവ ഹസ്തേ സ്ഥിതം ക്ഷീരം മേ ദേഹി. അതേപോലെ തന്നെ അമ്മ പറയാണ്, മോളെ നിൻ്റെ കയ്യിലുള്ള ആ പാൽ ഗ്ലാസ് എനിക്ക് തരൂ, ഞാൻ കുട്ടിക്ക് അത് കൊടുക്കട്ടെ. പാഠപുസ്തകത്തിലെ ആ കുട്ടി ആണ് അമ്മോട് പറയണത് വെള്ളം നനയ്ക്കാതെ പാല് കൊടുക്കൂ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നടന്ന സംഭാഷണമായിട്ട് നമുക്കിതിൽ കണക്കാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നൽകാം. അപ്പോൾ യുവതി പറയാണ്, ഹേ ഭഗിനി, അല്ലയോ സഹോദരി, ഭവതാ കൃതം അനുഗ്രഹം ന വിസ്മരിഷ്യാമി. ഈ സ്ത്രീയിൽ നിന്ന്, അങ്ങയിൽ നിന്ന്, അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹം, നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. മംഗളം പോയി, അത് ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഗൃഹനായിക: അഹം മാതാസ്മി. അപ്പോൾ ഗൃഹനായിക പറയാം, ഞാൻ അമ്മയാണ്. അസ്യ പുത്രസ്യ സുദശാഭി മമ കർത്തവ്യമസ്യ. ഈ ഒരു മകൻ്റെ നല്ല ദശയും, അതായത് ദുർദശയല്ല, നല്ല ദശയും അത് എൻ്റെ കർത്തവ്യമാണല്ലോ. വയം സർവേ മാനവാഹ സ്മഹ, നമ്മളെല്ലാവരും മാനവന്മാരല്ലേ, മനുഷ്യന്മാരല്ലേ. വയം പ്രേംണ ഇതം ജഗത് സുന്ദരം കർത്തും ശക്നുമഹ, നമുക്ക് ഒരുമിച്ച് ഈ ഒരു ലോകത്തെ സുന്ദരമാക്കാൻ ശ്രമിക്കാം എന്നാണ്. നമുക്ക് കഴിയും, ഈ ഒരു ലോകത്തെ സുന്ദരമാക്കാനായിട്ട് കഴിയുമെന്നാണ് ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നത്. അടുത്തത് പാഠസ്ഥാനാം സംബോധന രൂപാണി ചിത്വ ലിഖതു. സംബോധന എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അല്ലയോ അല്ലെങ്കിൽ ഹേ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അതേപോലെയുള്ള സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്, സംബോധന പ്രഥമം ഇവിടെ എവിടേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ഭോമിത്രാണി, ഭോജന, ഭോജാതെ, ഭോസഹൃദയ തുടങ്ങിയവയാണ് ഇവിടുത്തെ സംബോധന രൂപങ്ങൾ. ഇനി കോഷ്ടഘാത സമാനാർത്ഥക പദം ചിത്വ പൂരയത, അതായത് ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് സെൻറ്റൻസ്, ഇനി നോക്കൂ, കോഷ്ടഘാത സമാനാർത്ഥക പദം ചിത്വ പൂരയത. ഇവിടെ ഓരോന്നിൻ്റെയും അർത്ഥം യോജിപ്പിച്ച് എഴുതാനാണ് കേട്ടോ പറയുന്നത്. സഹസ, സഹസ എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? ജവേന, സ്പീഡിൽ എന്നുള്ള, പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിൽ. ക്ഷുധ്, ക്ഷുധ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷുധ, വിശപ്പ്. ഗേഹം എന്ന് പറഞ്ഞാൽ ഗൃഹം അല്ലെങ്കിൽ ഭവനം. അങ്കണം, അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം, അതിന് പറയുന്ന പേര് ചത്വരം. നീരം, നീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലമാണ്. ക്ഷീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഗ്ധം, പാല്. ലേശഹ എന്ന് പറഞ്ഞാൽ അല്പം. അപ്പോൾ ഇത്രയുമാണ് പഠന പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ വന്നിട്ടുള്ള സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ.